ഞങ്ങൾ വണ്ടിയിൽ മാത്രമല്ല നടന്നു പോകുന്നേരം ഹെൽമെറ്റ് വെക്കും. അതാണ് ഞങ്ങളുടെ പ്രത്യേകത. നമ്മൾ ടൗണിലേക്ക് പോകാൻ വേണ്ടി വീട്ടിൽ വണ്ടി ഇല്ലാത്തതുകൊണ്ട് വണ്ടി വേറെ വീട്ടിലുള്ളത് എടുക്കാൻ വേണ്ടി നമ്മൾ നടക്കുന്നു. ഇന്നടുത്ത് നേരെ ടൗണിലേക്ക് നടന്നാൽ നമ്മളെന്താവും ടൗണിലേക്ക്. നമ്മളിപ്പം പോകുന്നത് ടൗണിൽ തന്നെ ഒരു സലൂൺ ഓപ്പൺ ആയിട്ടുണ്ട്. അടുത്ത വീഡിയോ എടുക്കാൻ ചോദിച്ചു ഒരു മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. എന്തായാലും നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഓല് പറഞ്ഞ് ജസ്റ്റ് എന്നാൽ വന്നിട്ട് കാര്യങ്ങൾ നോക്കിയിട്ട് പോകാന്ന് പറഞ്ഞതിനെക്കൊണ്ട് നമ്മൾ അടുത്തേക്ക് പോയതാണ്. അടുത്ത കാര്യങ്ങളൊക്കെ ചോദിച്ച് എപ്പോൾ വീഡിയോ എടുക്കാൻ വരിക എന്നെല്ലാം ചോദിച്ച് കറക്റ്റ് ഡേറ്റും കാര്യങ്ങളൊക്കെ നമ്മൾ അവർക്ക് പറഞ്ഞു കൊടുത്തു. അവിടെ നമ്മൾ ഇറങ്ങിട്ടോ. നമ്മുടെ ചായ കുടിക്കാൻ പോയൊരു കേട്ടില്ല. പിന്നെ മാണിക്കൊന്ന് പാലം പോയി കുറേ ദിവസമായി. അവിടെ നിന്ന് ഇറങ്ങിയാലും പിന്നെ വിചാരിച്ചെന്ന മാണിക്കൊത്ത് വളർത്തുമ്പോൾ പോവാം. നേരെ നമ്മൾ അവിടത്തേക്ക് വിട്ടു. പിന്നെ സമയം കുറെ ബാക്കിയുള്ളതുകൊണ്ട് എന്താ ചെയ്യണമെന്ന് തിരിയുന്നല്ലോ. ചില സമയങ്ങളിൽ അങ്ങനെയാണ്. അവിടെ ഇറങ്ങി പോകുന്ന ഒരു സ്ഥലമുണ്ട്. അവിടെ ആണെങ്കിൽ കുറച്ച് വെള്ളം ഉണ്ടായിരുന്നു. നമ്മൾ വിചാരിച്ച് കുറച്ചല്ലേ കുഴപ്പമില്ലാന്ന് വിചാരിച്ച് ഇറങ്ങിയത്. പക്ഷെ നോക്കുമ്പോൾ എന്താ മുട്ടിന്റെ അടുത്തോളം വെള്ളം ഉണ്ടായി. നല്ല ആവേശത്തോടെ ഇറങ്ങിയതാണ്. പക്ഷെ എന്നാലും നടുക്കത്തിൽ നല്ലൊരു പേടി ഉണ്ടായിരുന്നു. കാരണം വീണിക്കണ്ട എന്നാ ആക്കോന്നിരിക്കും. നമ്മള് വെള്ളത്തിലെല്ലാം എക്സ്പ്ലോർ ചെയ്ത് നനഞ്ഞു ഗൈസ്. അവിടുന്ന് ചായ കുടിക്കാൻ ഒരു മൂടില്ലേന്. അതുകൊണ്ട് നമ്മൾ ഒരു ലോട്ടി ചോക്കോപ്പയിൽ ഒതുക്കി. പിന്നെ ടൗണിൽ നിന്ന് എത്തിയാൽ അവിടെ നിന്ന് തന്നെ ചായ കുടിക്കുന്നതാണ്. സീരിയസ് ആയിട്ട് എന്തെങ്കിലും പറയാൻ നേരേക്കും നാക്കൊടുക്കുക. അതെനിക്ക് മാത്രമുള്ള പ്രശ്നമായിരുന്നു. പക്ഷെ ഇപ്പം എല്ലാവർക്കും വരുന്നതുകൊണ്ട് എനിക്കൊരു സമാധാനമായി. എനിക്ക് മാത്രമല്ലല്ലോ. അപ്പോൾ എത്രയുള്ള നെക്സ്റ്റ് വീഡിയോ കാണാം. ബൈ.